ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടക്കറിയോ മലയാളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ലോക്ക്ഡൗൺ ഒക്കെ പ്രമാണിച്ച് എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ ഇരിക്കായിരിക്കും. ഇപ്പോൾ എല്ലാവരും അത് തന്നെ തുടരുക. കാരണം ഈ കൊറോണ വൈറസ് പടരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ എല്ലാവരും ലോക്ക്ഡൗൺ പ്രമാണിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുക, പരമാവധി വീടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാതിരിക്കുക. അതിനെ നമ്മൾ തുടരുന്നത് ചെയ്യണം. പിന്നെ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ, ഇപ്പോൾ എല്ലാവരും അതിൻ്റെ വീടിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന സമയത്ത് ചിലർ ഗെയിമൊക്കെ കളിക്കുന്നവരുണ്ടാവും. ഇപ്പോൾ ഈ പബ്ജി, ഫ്രീ ഫയർ ഒക്കെ കളിക്കണം, ട്രിഗർ വെച്ച് കളിച്ചാൽ കുറച്ചും കൂടിയും സിമ്പിളായിട്ട് കളിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഒരു ട്രിഗർ ഉണ്ടാക്കുന്ന വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. കഴിഞ്ഞ വീഡിയോ ചെയ്തിരുന്നു, ഈ PS3 നമ്മൾ റിവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ഗെയിമിങ് ഈ ചാനലിൽ തന്നെയാണ് തുടങ്ങുന്നത്. കാരണം നമ്മൾ കമൻറ്റ് സെക്ഷനിൽ വന്നു, 2-4 പേരെ വന്നിട്ടുള്ളൂ. വീഡിയോൻ്റെ വ്യൂസിനനുസരിച്ചിട്ട് കമൻറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ഇതിൽ തന്നെ തുടങ്ങാനാണ് പ്ലാന്. കുറച്ചൊക്കെ അതിന് ശേഷം നമുക്ക് പിന്നെ വേറെ ചാനൽ തുടങ്ങണമെങ്കിൽ തുടങ്ങാൻ വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഗെയിമിംഗ് ഒക്കെ ഇതിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എളുപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ആദ്യം നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പോപ്സിക്കിൾ സ്റ്റിക്കാണ് വേണ്ടത്. അതിൽ നമ്മളൊന്ന് ആദ്യം മാർക്ക് ചെയ്തെടുക്കണം, കട്ട് ചെയ്യേണ്ടതൊക്കെ. പിന്നെ നമ്മളത് ഒരു സിസർ ഉപയോഗിച്ച്, നൈഫ് ഉപയോഗിച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് അടുത്ത് ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ, ഒരു അലുമിനിയം ഫോയിലാണ് നമുക്ക് വേണ്ടത്. ആ ഫോയിലെന്ന് വെച്ചിട്ടാണെങ്കിൽ അതിൻ്റെ ടച്ച് അതിൽ ആവാൻ വേണ്ടിയിട്ടാണ്. കാരണം ഈ അലുമിനിയം ഫോയിൽ വഴിയാണ് നമ്മൾ അതിൽ ടച്ച് കൊടുക്കുന്നത് സ്ക്രീനിക്ക്. അല്ലാതെ എക്സ്ട്രാ വേറെ പ്രഷറൊന്നും ഇല്ല അതിൽ. പിന്നെ നമ്മൾ ഒരു ചെറിയ വീതിയിൽ നമ്മൾ അലുമിനിയം ഫോയിൽ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മളതിൻ്റെ ഒരു അറ്റത്ത് ഗ്ലൂ ചെയ്യുക. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന മാതിരി നമ്മൾ ആ സ്ക്രീനിൻ്റെ ഭാഗത്ത് വരുന്നത് ഒട്ടിച്ച് വെക്കുക. നല്ല ഉറപ്പോട്ട് കൂടി തന്നെ ഒട്ടിച്ച് വെക്കുക. പിന്നെ നമ്മൾ എല്ലാ സൈഡും അതേമാതിരി ഒന്ന് എടുത്ത് ഒട്ടിച്ച് വെക്കണം. പിന്നെ അതിൽ ഒട്ടിച്ച് വെക്കേണ്ടപ്പോൾ ഒരു ശ്രദ്ധിക്കണം, അതിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് അതിൻ്റെ പുറത്തേക്ക് വരുന്ന രീതിയിലാണ് ആദ്യത്തെ സ്റ്റെപ്പ് മാത്രമാണ് ഉള്ളിൽ എന്താക്കേണ്ടുള്ള സ്ക്രീൻ ടച്ച് ചെയ്യേണ്ട ഭാഗമാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ പുറത്തു കൂടെയാണ് നമ്മൾ കൊണ്ടുവരിക. ഇന്ന് വീഡിയോയിൽ കാണുന്ന മാതിരി ഒന്ന് ഒട്ടിക്കുക. ആദ്യത്തെ മാത്രം ഉള്ളിലൊന്ന് വെച്ചിട്ട് ഒട്ടിച്ചു, ബാക്കിയുള്ളതൊക്കെ പുറത്തു കൂടെ കൊടുത്തിട്ട് പിന്നെ ആ മോൾ ഭാഗത്ത് വരുന്ന ഭാഗത്ത് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് വേണം, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഫോൾഡ് ചെയ്തിട്ട് ഇതാക്കണം. പിന്നെ നമുക്ക് വേണ്ടതൊരു പ്ലാസ്റ്റിക് ബോക്സാണ്. അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിലാണ് നമ്മൾ അതിൻ്റെ ട്രിഗറിൻ്റെ മുകളിൽ അമർത്താനുള്ളത്. ഒരു പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ട്
ഈ എന്തത്ര പോകുന്നൊരു പീസാണ് നമുക്ക് വേണ്ടത്. ഇത് ഞാൻ കട്ട് ചെയ്തെടുത്ത പീസ് നമ്മളിതാ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പിലാക്കി എടുക്കണം. അമർത്താൻ പറ്റുന്ന രീതിക്കുള്ളത്. ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഇതാ നമ്മളവിടെ ആ ഒരു സൈഡ് അവിടെ ഒട്ടിച്ച് വെക്കും. ബാക്കിയുള്ള അമർത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. നമ്മൾ അവിടെ ഇനി ക്ലോസ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് വെച്ചിട്ടാണെങ്കിൽ വേറൊരു അലുമിനിയം ഫോയിൽ ഇതേമാതിരി അധികം വീതിയില്ലാതെ കട്ട് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് നമ്മൾ ഉള്ളിലേക്ക് വരേണ്ട രീതിയിലാണ് നമ്മളിനി ഒട്ടിച്ച് വെക്കേണ്ടത്. അപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ച് വെക്കുക. അത് ഫസ്റ്റ് മുകളിൽ കൂടെ കൊടുന്നു. എന്നിട്ട് പിന്നെ ഉള്ളിലേക്ക് ഒരു അലുമിനിയം ഫോയിലൊരു പീസ് ഉള്ളിലേക്കും വന്നു. കാരണം നമ്മൾ മുകളിൽ അമർത്തുമ്പോൾ അവിടെ നിന്നുള്ള ടച്ച് നമ്മൾ ഈ അലുമിനിയം ഫോയിൽ വഴി അടിയത്തെ അലുമിനിയം ഫോയിലേക്ക് പോവുക ചെയ്യുക. എന്നിട്ട് നേരെ സ്ക്രീനിൽ ടച്ച് ആവുക ചെയ്യുക. അതേമാതിരത്തെ 2 എണ്ണം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. ഒരു പെയർ ഉണ്ടാക്കിയെടുക്കണം നമുക്കിതിൻ്റെ. പിന്നെ നമ്മൾ അതിൻ്റെ കൺട്രോള് ലെഫ്റ്റ് സൈഡിൽ 2 ഫയറിംഗ് ബട്ടനും റൈറ്റ് സൈഡിൽ സ്കോപ്പിംഗ് ആണ് വേണ്ടത്. നമ്മൾ ട്രിഗർ അതിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് സിമ്പിളായിട്ട് കളിക്കാൻ പറ്റുക. അടിപൊളിയായിട്ടാണ് നമുക്ക് കളിക്കാൻ പറ്റുന്നത്. പെട്ടെന്ന് തന്നെ സ്കോപ്പ് ചെയ്യാൻ ഫയർ ചെയ്യലൊക്കെ സിമ്പിളായിട്ട് നമ്മൾ സ്ക്രീനിൽ ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. മുകളിൽ നമ്മളെ വിരൽ സിമ്പിളായിട്ട് നമുക്കത് ഫയർ ചെയ്യാനൊക്കെ പറ്റും. നല്ല എളുപ്പത്തിലാണ് ഞാൻ കളിച്ചിരുന്നത്. ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് എളുപ്പം പോയി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്താണ് ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഉടനെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ലോക്ക്ഡൗൺ ആണ്, ആരൊന്നും പുറത്തിറങ്ങാതിരിക്കുക. പരമാവധി എല്ലാവരും വീടിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതേമാതിരി ട്രിഗർ ഉണ്ടാക്കിയിട്ട് PUBG ഫ്രീ ഫയർ ഒക്കെ അടിച്ച് പൊളിക്ക് കളിക്കുക നമ്മൾ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ഒരു ബൈ.